ബുദ്ധൻ തൻ്റെ ശിഷ്യനോട് പറയുന്ന മനോഹരമായൊരു വാചകമുണ്ട്. പുഴയ്ക്ക് തെളിയാതിരിക്കാൻ ആകില്ല. കലങ്ങിയൊഴുകുന്ന പുഴയ്ക്കരികിലേക്ക് വെള്ളമെടുക്കാൻ പോയി പുഴ കലങ്ങിയിരിക്കുകയാണ് എന്ന കാരണം കൊണ്ട് വെള്ളമെടുക്കാതെ തിരിച്ചു വരുന്ന ശിഷ്യനോട് ബുദ്ധൻ പറയുന്ന വാചകമാണത്. കാത്തിരിക്കൂ, പുഴ തെളിയും. ജീവിതത്തോട് ചേർത്ത് വയ്ക്കാവുന്ന ഏറ്റവും മനോഹരമായ പ്രതീക്ഷയുടെ വാക്യമാണത്. കാത്തിരിക്കൂ, തെളിയും. ജീവിതത്തിൽ എത്ര അസ്വസ്ഥതകൾ ഇന്ന് നാം അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും, ഏതൊക്കെ രോഗാവസ്ഥയിലൂടെ നാം കടന്നു പോകുന്നുണ്ടെങ്കിലും, എന്തൊക്കെ പ്രശ്നങ്ങൾ നാം നേരിടുന്നുണ്ടെങ്കിലും, പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കാൻ ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. ആ കാത്തിരിപ്പിനൊടുവിൽ തെളിയും നമ്മുടെ ജീവിതവും. അതൊരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയെ ചേർത്ത് വെച്ചുകൊണ്ട് വേണം യാത്ര തുടരുവാൻ. കലങ്ങിയൊഴുകുന്ന നദി തെളിയുമെന്നുള്ള പ്രതീക്ഷ പ്രകൃതി നൽകുന്നത് പോലെ എത്രയോ അടയാളങ്ങൾ പ്രകൃതി തന്നെ നമുക്ക് നൽകുന്നുണ്ട്. ഇതും കടന്നു പോകും എന്നുള്ള ആ വലിയ വാചകത്തെ ചേർത്ത് വയ്ക്കുവാൻ ഉദാഹരണമായി പ്രകൃതി തന്നെ എത്രയോ സുന്ദരമായ അടയാളങ്ങൾ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. എത്രയോ മനോഹരമായ അനുഭവങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്, പ്രതീക്ഷയെ ചേർത്ത് വെച്ചുകൊണ്ട്, ഒരു നാൾ എനിക്കുമുണ്ടാകും തെളിവിൻ്റെ, മികവിൻ്റെ, നന്മയുടെ ഒരു ദിനം എന്ന പ്രതീക്ഷയോടെ ജീവിതയാത്ര തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ. നല്ല ഒരു ദിനമാണ് കാത്തിരിക്കുന്നത്. ആസ്വദിക്കാം. നേരുന്നു ശുഭദിനം.